إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിനും അവിടുത്തെ ഹിജ്റക്കും അവിടുത്തെ വഫാത്തിനുമെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമായ ചരിത്ര സംഭവം തന്നെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അവിടത്തേക്കുള്ള അവസാന സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബാക്കൾക്കും ലഭിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചു സഹാബാക്കളെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇസ്ലാമിനെ പരിപൂർണമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന്. ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ദീൻ പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യവും പൂർത്തിയായി എന്നാണ് അർത്ഥം. ദൗത്യം പൂർത്തിയായാൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ലോകത്തിന് പിന്നെ ചെയ്യാനുള്ള ഡ്യൂട്ടികളോ ജോലികളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് അള്ളാഹുവിലേക്കുള്ള മടക്കം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലായി. ഹജ്ജ് ചെയ്യുന്ന വേളയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫ്. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വർഷത്തിന് ശേഷം ഇനി നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന കാര്യം എനിക്കറിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്ന വേളയിൽ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജംറകൾ എറിയുന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖുദു അന്നി മനാസികകും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക. ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, ഈ ഒരു വർഷത്തിന് ശേഷം ഹജ്ജ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേളയിലും പ്രഖ്യാപിക്കുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന്റെ സമയമായിട്ടുണ്ട് എന്നറിയിക്കുന്ന ചില അടയാളങ്ങളാണ്. പിന്നീട് ഹിജ്റയുടെ 11-ാം വർഷം സഫർ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയും കഴിഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല തിരിച്ചു പറഞ്ഞു, നബിയെ, എനിക്കും തലവേദനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി കൊടുത്തു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്, നിങ്ങളിലെ രണ്ടു പേർക്ക് അനുഭവിക്കേണ്ടുന്ന വേദന എന്താണോ അതാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ ഖൈബറിൽ വെച്ചുകൊണ്ട് ആ ജൂത സ്ത്രീ എനിക്ക് നൽകിയതായ ആ വിഷത്തിന്റെ പ്രയാസങ്ങൾ ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിഷ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ചൊവ്വാഴ്ച ദിവസത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ രോഗം ബാധിക്കുകയാണ്, പനി ബാധിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സഹാബാക്കളുടെ തോളിലായിക്കൊണ്ട് മദീന പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിച്ചു. സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെ ഇമാമായിട്ട് നമസ്കരിക്കുകയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രഖ്യാപനങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചു. ഫമൻ കുൻതു ജലത്തു ലഹു ലഹ്റൻ ഫഹാദാ ലഹ്രി ഫൽയസ്തഖിദ് മിൻഹു. ആരെങ്കിലും ഞാൻ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ, ആരുടെയെങ്കിലും മുതുകിൽ ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ മുതുകിത നിങ്ങൾക്കതിന് പകരം ചോദിക്കാം. അലാ വമൻ കുൻതു ശതംതു ലഹു ഇർളാ ഫഹാദാ ഇർളി ഫൽയസ്തഖിദ് മിൻഹു. ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ അഭിമാനം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ, നിങ്ങൾക്കതിനെ ക്ഷതം വരുത്താൻ സാധിക്കുന്നതാണ്, നിങ്ങൾക്ക് പകരം വീട്ടാവുന്നതാണ്. വീണ്ടും പറഞ്ഞു, വമൻ കുൻതു അഖത്തു ലഹു മാലൻ ഫഹാദാ മാലി ഫൽയസ്തഖിദ് മിൻഹു. നിങ്ങളുടെ ആരെങ്കിലും ധനം ഞാൻ അപഹരിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ, അന്യായമായി കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ ധനമിതാ നിങ്ങൾക്കതിന് പകരം വീട്ടാമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ പ്രഖ്യാപിക്കുന്നത് എന്ന് നോക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, മദീനയുടെ രാജാവാണ്. അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ഏത് കാര്യങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു നിലക്കും ഒരു തൃപ്തിയില്ലാത്ത വാക്ക് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയുകയില്ല. എന്നിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ആരുടെയെങ്കിലും അഭിമാനം ഞാൻ പിച്ചി ചീന്തിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ധനം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നീട് ആ ചൊവ്വാഴ്ച ദിവസം കടന്നുപോയി. ബുധനാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ വേദന അനുഭവിക്കാൻ തുടങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മസ്ജിദിലെത്തി. ളുഹർ മുതൽ അസ്ർ വരേക്കും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബാക്കൾക്ക് ഉപദേശം നൽകുകയാണ്. പിന്നീട് അസ്റിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിക്കൊണ്ട് പ്രഖ്യാപിച്ചു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹറതി ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു. ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് തെരഞ്ഞെടുപ്പ് അവകാശം നൽകി ഈ ദുനിയാവിന്റെ സുഖലോലുപതകളിൽ ജീവിക്കാനും അതല്ല അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുക്കാനും വേണ്ടി ഒരടിമക്ക് അല്ലാഹു തെരഞ്ഞെടുപ്പ് അവകാശം നൽകി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖ്താറ മാ ഇൻദഹു. അല്ലാഹുവിന്റെ റസൂൽ ഫഖ്താറ മാ ഇൻദഹു, ആ വ്യക്തി, ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അറിയായിരുന്നു ആ അടിമ എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അടിമ എന്ന് വിശേഷിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നഫ്സിനെ തന്നെയാണ്, തങ്ങളുടെ നഫ്സിനെ തന്നെയാണ് വിശേഷിപ്പിച്ചത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കുകയാണ്. പിന്നീട് വ്യാഴാഴ്ച ദിവസമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വസിയത്തുകൾ എഴുതാൻ വേണ്ടി സഹാബാക്കളോട് കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ സഹാബാക്കൾ എഴുതി വെക്കാനുള്ള സാമഗ്രികൾ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഉമർ റളിയല്ലാഹു തആല തടയുകയാണ്. ഒരിക്കലും നിങ്ങൾ എഴുതി വെക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു സന്ദർഭത്തിൽ വിഷമിപ്പിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വേദനയിൽ കഴിയുകയാണ്.
അവർക്കിടയിൽ ചെറിയൊരു തർക്കം ഉടലെടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖൂമു ഇൻദി, നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്നും എഴുന്നേറ്റ് പോവുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ തർക്കം പാടില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോരോ വസിയത്തുകളായിക്കൊണ്ട് എഴുതി വെക്കാൻ തുടങ്ങി. ജസീറത്തുൽ അറബിൽ മുസ്ലിമീങ്ങളെ മാത്രം താമസിപ്പിക്കണമെന്നും അതിഥികളെ സൽക്കരിക്കണമെന്നും നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്നും തുടങ്ങി ഒരുപാട് വസിയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദിവസം നടത്തുകയാണ്. പിന്നീട് സ്വലാത്തുൽ മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് ആ വ്യാഴാഴ്ച ദിവസത്തിലെ മഗ്രിബ് നമസ്കാരമായിരുന്നു. ആ മഗ്രിബ് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത് സൂറത്തുൽ മുർസലാത്താണ് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് ഇശാഇന്റെ സമയമായപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോധം നഷ്ടമായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, അസല്ലന്നാസ്, ജനങ്ങളെല്ലാം നമസ്കരിച്ചു? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഹും യന്തളിറൂനക, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നിങ്ങളെയും കാത്തിരിക്കുകയാണ്. അതുപോലെ വീണ്ടും 3 തവണ ആവർത്തിച്ചു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോധം നഷ്ടമാകും. വീണ്ടും ബോധം വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായ ചോദ്യം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അതേപോലെ ഉത്തരം പറഞ്ഞപ്പോൾ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറു അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ്, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിക്കുക ജനങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് നമസ്കരിക്കാൻ. പിന്നീടുള്ള 18ഓളം വക്തുകൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് അവർക്ക് ഇമാമായി നിസ്കരിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പിന്നീട് വെള്ളിയാഴ്ച ദിവസം കടന്നുപോയി. ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അല്പം ആശ്വാസം ലഭിച്ചു. അന്നേ ദിവസം ദുഹറിന് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ സഹാബാക്കൾക്ക് നൽകുകയാണ്. ഏത് സമയം ഒഴിവ് കിട്ടുമ്പോഴും തൻ്റെ ശരീരത്തിനൊരു ആശ്വാസം ലഭിക്കുമ്പോഴും തൻ്റെ ഉമ്മത്തിനുള്ള തൻ്റെ സഹാബാക്കൾക്കുള്ള ഒരുപാട് നസീഹത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാണ്. പിന്നീട് ഞായറാഴ്ചത്തെ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ നീണ്ട പകലാണ്. ആ പകലിൽ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന 9 ദിർഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയായി നൽകിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു മദീനയുടെ ഒരു രാജ്യത്തിൻ്റെ രാജാവായിരുന്നിട്ട് അവസാനമായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് 9 ദിർഹം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ മേഖല എടുത്ത് നോക്കുമ്പോഴും ഇല്ലായ്മയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാനുള്ളത്. നമ്മുടെ സമ്പത്തില്ല, വാഹനമില്ല, സൗകര്യങ്ങളില്ല, വീടില്ല, ഈ രൂപത്തിൽ എന്തെല്ലാം ഇല്ലായ്മകളുണ്ടോ അതിനെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും നമ്മളൊക്കെ സംസാരിക്കാറുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ എണ്ണിയാലൊടുങ്ങാത്തതായ നിഅമത്തുകളെ സംബന്ധിച്ച് പലപ്പോഴും മനുഷ്യർ സംസാരിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണാധികാരിയായി ജീവിച്ചിട്ട് അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നത്, മിച്ചമായിട്ടുണ്ടായിരുന്നത് 9 ദിർഹം മാത്രമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അടിമയെ മോചിപ്പിച്ചു. അതുപോലെ തന്നെ ആയുധങ്ങൾ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയും ചെയ്തു. പിന്നീട് തിങ്കളാഴ്ചത്തെ ദിവസത്തിൽ സുബഹിക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ ഒരു വിരി, മദീന പള്ളിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു വിരി ഉണ്ടായിരുന്നു. ആ വിരി ഇങ്ങനെ മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് നോക്കി. ആ സുബഹി നമസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ പ്രബോധന ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സമൂഹം അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ പുഞ്ചിരിച്ചു പോയി. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുഞ്ചിരി കണ്ടപ്പോൾ ഞങ്ങളുടെ നമസ്കാരം പോലും ഫസാദായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് ശിഫയായി എന്ന് കരുതി പല ആളുകളും അവരുടെ ആവശ്യങ്ങളിലേക്ക് പോയി. ഓരോരുത്തരും അവരുടെ ജോലിയിലേക്ക് പോയി. പിന്നെ തിങ്കളാഴ്ചയായപ്പോൾ എല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് ആശ്വാസമായി. അതിൻ്റെ പേരിൽ എല്ലാവരും അവരുടെ ജോലിക്ക് പോയി. പിന്നീട് ഒരു ദുഹാ സമയത്ത് ആയപ്പോഴേക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവശനായി.
ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഒരു സദസ്സിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് മിസ്വാക്ക് ചെയ്യണം, തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണമെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ആംഗ്യം കാണിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് വാങ്ങിക്കൊണ്ട് തൻ്റെ വായിലിട്ട് കടിച്ച് അത് മാർദ്ദവപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ടായിരുന്നു, ഈ ലോകത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോകുന്നതിന് മുമ്പായിക്കൊണ്ട് നബി എൻ്റെ ഉമിനീരിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീർ കൂടിക്കലർന്നത് എന്ന് വളരെ ഇസ്സത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര ഒരു ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി, അവരുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി വളരെ മോശമായി ചിത്രീകരിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഇത്തരത്തിലുള്ള വാചകങ്ങൾ മാത്രം മതി എത്രത്തോളം തൃപ്തിയായിരുന്നു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ജീവിതം എന്ന് തെളിയിക്കാൻ. പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, അതിലേക്കൊന്നും എത്തി നോക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അതുപോലെ തന്നെ അവിടുത്തെ പവിത്രമായ ജീവിതത്തെ, അതിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ കൂടെ ജീവിച്ച പ്രിയ പത്നി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചതിന്റെ അടയാളങ്ങൾ ചരിത്രത്തിൽ വാക്കുകളായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. പിന്നീട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഹസനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള മകളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല. അതുപോലെ തന്നെ അവരുടെ മക്കളെയും ഹസനെയും ഹുസൈനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. രണ്ട് രഹസ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോടായി പറയുകയുണ്ടായി. ഒന്നാമത്തെ രഹസ്യം കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. രണ്ടാമത്തെ രഹസ്യം കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിച്ചു എന്നും ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ രഹസ്യമെന്ന്. ഒന്നാമത് പറഞ്ഞ രഹസ്യം, മഹദി കരയാനിടയാക്കിയ രഹസ്യം എന്ന് പറയുന്നത്, അത് ജിബ്രീൽ ഈ വർഷം എൻ്റെ അടുക്കൽ 2 തവണ ഖുർആൻ ആവർത്തിച്ച് കേൾപ്പിക്കേണ്ടി വന്നു എന്നാണ്. ആ രഹസ്യം കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ. അതുകൊണ്ടാണ് ഖുർആൻ ഇവിടെ ഭദ്രമല്ലേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശോധിച്ചത് എന്ന്. പിന്നീട് രണ്ടാമതായി ചിരിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത്, എൻ്റെ കുടുംബത്തിൽ ആദ്യമായി എന്നിലേക്ക് കടന്നു വരാനിരിക്കുന്നത് നീയാണ് മോളെ ഫാത്തിമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു പോയതാണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെല്ലാം വന്നു. അവരെല്ലാം വല്ലാത്ത പ്രയാസത്തിലാണ്, അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പ്രാർത്ഥിക്കുന്നതായി കൊണ്ട് ഭാര്യമാരെ കണ്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അടുത്തേക്ക് ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ലഅന അല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതനസ്രാണികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചുകൊള്ളട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളായി, ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിച്ചു. അതുകൊണ്ട് അവർ നശിച്ചു കൊള്ളട്ടെ, അവർക്ക് ശാപമുണ്ടാവട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു വേർപാടിന്റെ സന്ദർഭത്തിൽ പോലും ഏതൊന്നിനെതിരെയാണോ പ്രാർത്ഥിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അതേ കാര്യം തന്നെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആ നബിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള അവകാശം ഉണ്ടാവുക? എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നവർക്ക് പറയാൻ സാധിക്കുക? വീണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ നീ ഒരു ആരാധിക്കുന്ന ബിംബമാക്കി മാറ്റരുതേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ. അതുപോലെ തന്നെ ഒരു ഈദ് നടക്കുന്ന, ഉറൂസ് നടക്കുന്ന, ആഘോഷങ്ങൾ നടക്കുന്ന ആ രൂപത്തിലുള്ള ഒരു ഖബറാക്കി അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ മാറ്റരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടത്തിൽ പോലും
പ്രാർത്ഥിച്ചു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവിടുന്ന് എന്തൊരു ആദർശമാണോ പഠിപ്പിച്ചത്, ഏതെല്ലാം കാര്യങ്ങളാണോ സുന്നത്തായി പഠിപ്പിച്ചത്, അത് ജീവിതത്തിൽ പുലർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നബിയോട് സ്നേഹമുണ്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതല്ലാതെ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വരുമ്പോൾ റോഡുകളെല്ലാം ബ്ലോക്കാക്കി, ആളുകളെ ബുദ്ധിമുട്ടാക്കി, അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കി, മറ്റു മുട്ടായി വിതരണങ്ങളും അതുപോലെ തന്നെ പായസങ്ങളും ഭക്ഷണങ്ങളും എല്ലാം വിതരണം ചെയ്യുക എന്നുള്ളതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. മറിച്ച് അവിടുന്ന് എന്തൊരു ആദർശം പഠിപ്പിച്ചോ, എന്തെല്ലാം സുന്നത്തുകൾ പഠിപ്പിച്ചോ, എന്തെല്ലാം ചര്യകൾ പഠിപ്പിച്ചോ, അതെല്ലാം ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇന്ന ലിൽ മൗതി സകറാത്ത്, തീർച്ചയായും മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുള്ള പാത്രത്തിൽ ഇങ്ങനെ കൈമുക്കി, ആ വെള്ളത്തിൽ കൈമുക്കി നെറ്റിയിലും മറ്റുമൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല. അല്ലാഹുവേ, എനിക്ക് പാപങ്ങൾ പുറത്തു തരണേ, അതുപോലെ തന്നെ എന്നോട് കാരുണ്യം ചെയ്യണേ, അതുപോലെ തന്നെ അത്യുന്നതനായ കൂട്ടുകാരൻ്റെ അടുക്കിലേക്ക് എന്നെ ചേർക്കണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ താഴേക്ക് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ട്, റൂമിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനോടായി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു ജനങ്ങളോടായി പ്രഖ്യാപിച്ചു. ഈ സന്ദർഭത്തിൽ ഇത് കേട്ടതും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ബോധരഹിതനായി വീഴുകയാണ്. പിന്നീട് മുഈറ റളിയല്ലാഹു തആല അൻഹും ഉമർ റളിയല്ലാഹു തആല അൻഹും ആ റൂമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിക്കൊണ്ട് മുഈറ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, മാത റസൂലുള്ളാഹി യാ ഉമർ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കദബ്ത്, നീ കളവാണ് പറഞ്ഞിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നതാണ്, വല്ലാതെ ബോധക്ഷയത്തിലായി പോയതാണ് എൻ്റെ റസൂൽ, അതല്ലാതെ മരണപ്പെട്ടു പോയതല്ല. ഇനി ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് ആരെങ്കിലും ഒരാൾ പറയുകയാണ് എങ്കിൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം, സ്വാറൽ മുസ്ലിമൂന കൽ ഗനമിൽ മതീറ ഫിൽ ലൈലത്തി ശാതിഅ ലിഫഖ്ദി നബിയിഹിം. ശക്തമായ മഴയിൽ കുതിർന്നു നിൽക്കുന്ന ആട്ടിൻപറ്റത്തെ പോലെയായി മാറി മുസ്ലിമീങ്ങളായ ആളുകൾ, സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിന്റെ അന്നത്തെ അവസ്ഥ ആ ഒരു രൂപത്തിലായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഉമർ താങ്കൾ അടങ്ങണം, താങ്കൾ ഒതുങ്ങിയിരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തെ അറിയിക്കുന്നതായ ആയത്തുകൾ അവിടെ പാരായണം ചെയ്തു കൊടുത്തു. എന്നിട്ട് ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, അഫീ കിതാബില്ലാഹി ഹാദാ യാ അബൂബക്കർ. ഇത് അബൂബക്കറെ റളിയല്ലാഹു അൻഹു, ഇത് അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെയുള്ള ആയാത്തുകളാണോ? അത് കേട്ട് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അതെ. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അത്രയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു റാലിയിലും പിന്നീട് ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ആ ഒരു ദിവസം വന്നപ്പോൾ പിന്നീട് ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു ഒരു മിഠായി വിതരണത്തിനും നടന്നിട്ടില്ല.
പിന്നീട് ഒരു മൗലിദ് പാരായണം, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിന് ഘടകവിരുദ്ധമാണ് അത് എന്നാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് മിമ്പറിൽ കയറിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, തൗഹീദ് പ്രഖ്യാപിച്ചു. അലാ മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനെയാണോ ആരാധിക്കുന്നത് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, ലമ്മാ കാനൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന അല്ലാഹ മിൻഹാ കുല്ലു ഷൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന ദിവസം മദീന മുഴുവൻ പ്രകാശിതമായിരുന്നു. അതുപോലെ തന്നെ വലമ്മാ കാനൽ യൗമുൽ ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ആ ദിവസം മദീന മുഴുവൻ ഇരുൾ മുറ്റിയതായി കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ആദർശം നമ്മെ പഠിപ്പിച്ചോ, ഏതൊരു കാര്യം നമ്മളെ പഠിപ്പിച്ചോ ആ രൂപത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അവിടുന്ന് എന്തൊന്ന് പഠിപ്പിച്ചിട്ടില്ലേ അത് നമ്മൾ ദീനായി ഒരിക്കലും ആചരിക്കാൻ നമ്മൾ നിൽക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇത് ആഘോഷിക്കുന്ന ഇത്തരത്തിലുള്ള ബിദഈകളായ ആളുകളുടെ മസ്ജിദുകളിൽ പോലും അവരുടെ മിമ്പറുകളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് പോലും കേൾക്കുവാൻ സാധിക്കുകയില്ല. അവർ നോക്കി വായിക്കുന്ന, വർഷാവർഷം ആവർത്തിക്കുന്ന അവരുടെ നബാത്തി ഖുത്ബകളിൽ പോലും അത് കാണുവാൻ സാധിക്കുകയില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഖുത്ബയിൽ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ചാണ്. മൂന്നാമത്തെ ഖുത്ബയിൽ അള്ളാഹുവിലേക്കുള്ള മടക്കത്തിനെ സംബന്ധിച്ചും കാലത്തിന്റെ വ്യതിയാനങ്ങളെ സംബന്ധിച്ചുമാണ്. നാലാമത്തെ ഖുതുബയിൽ ഖിയാമത്തിനെ സംബന്ധിച്ചാണ്. അഞ്ചാമത്തെ ഖുതുബയിൽ മരണത്തെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റബീഉൽ അവ്വലിലെ മുഴുവൻ ഖുതുബകളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആഘോഷിക്കണമെന്ന് നമുക്കൊരു വരി പോലും കാണുവാൻ സാധിക്കില്ല. മാത്രമല്ല ആ ഖുതുബകൾക്കിടയിൽ ഖതീബ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത് കാണുവാൻ സാധിക്കും. അമാ തത്തഇദൂന മിൻ മസ്റഇ മുഹമ്മദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? അതദുന്നൂന അന്നകും ഫിദ്ദുനിയ മുഖല്ലദൂൻ. നിങ്ങൾ ഈ ദുനിയാവിൽ സ്ഥിരമായി ജീവിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? അം തഹ്സബൂന അന്നകും മിനൽ മൗതി മുഹ്സിനൂൻ. അതല്ല, മരണത്തിൽ നിന്ന് നിങ്ങളെല്ലാം സുരക്ഷിതരായിട്ടാണോ ഇരിക്കുന്നത് എന്ന് അവിടുത്തെ ഖതീബ് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എത്ര മോശമായ കാര്യമാണ്. വിദൂരം വിദൂരം, നിങ്ങൾ വഞ്ചിതർ തന്നെയാണ് എന്ന് അവിടെയുള്ള മിമ്പറുകളിൽ നിന്ന് പോലും അവിടുത്തെ ഖതീബ് അവിടുത്തെ സാധാരണ ജനങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ. പ്രിയപ്പെട്ടവർ, അവരുടെ ഖുതുബകളിൽ പോലും മൗലിദുൻ നബി ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ആഘോഷിക്കണമെന്ന് പറയുന്ന ഒരു വരി പോലും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ അള്ളാഹുവിനോട് അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. ഇതൊന്നും എൻ്റെ പണിയല്ല. ഞാൻ എൻ്റെ ദുനിയാവിൽ ഞാൻ എൻ്റെ ജോലിയും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് തീരുമാനിക്കുന്നവരാണോ നമ്മൾ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഖിറമാണ്, നമുക്കാണ് നഷ്ടമുള്ളത്, മറ്റാർക്കുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.